കേരളത്തിന്റെ ഒരു ഭൂതകാലത്തെക്കുറിച്ച് എല്ലാവർക്കും തന്നെ മണ്ടത്തരങ്ങളും തെറ്റിദ്ധാരണകളും മാത്രമേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പണ്ട് ജീവിച്ചിരുന്നവർക്കൊക്കെ വലിയ ആയുസ്സായിരുന്നു, ഇപ്പോഴാണ് എല്ലാവർക്കും രോഗങ്ങളായത് എന്നൊക്കെ. പണ്ട് ജീവിച്ചിരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇന്നൊരു 100 വയസ്സും ഒക്കെയുള്ള ആളെ നോക്കിയിട്ട് ഇത് കണ്ടില്ലേ, പണ്ടത്തെ ആളുകളുടെ ആരോഗ്യം കണ്ടില്ലേ എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ അവർക്കൊപ്പം ജീവിച്ചിരുന്നവരെവിടെ? വളരെ കുറച്ച് പേര് ഭാഗ്യം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും കുറെ കാലം ജീവിക്കും. അവരെ നോക്കിയിട്ട് പഴമക്കാരെല്ലാം ഇതുപോലെ ആരോഗ്യമുള്ളവരായിരുന്നു എന്ന് പറയരുത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ പോലും അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ അവസാന കാലത്തെ ഹിസ്റ്ററി എടുത്താൽ പോലും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 35 വയസ്സൊക്കെയാണ്. അതിലും കുറവാണ് യഥാർത്ഥത്തിൽ പല കണക്കുകളും അനുസരിച്ച്. 35-ന് മുകളിലേക്ക് ഒരു ശരാശരി ഏജ് പോയിട്ടില്ല. വളരെ കുറച്ച് പേര് കുറെ കാലം ജീവിച്ചിരിക്കാം. എന്തിന്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പോലും പ്രായം എടുത്തു നോക്കിയാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് അന്നത്തെ ഏറ്റവും ചികിത്സയും കാര്യങ്ങളും ഒക്കെ ലഭിക്കുമായിരുന്നവർ പോലും ഇന്ന് നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് അവർ മരിച്ചു പോകുന്നത്. അന്ന് പരമാവധി 35-ഉം 25-ഉം അല്ലെങ്കിൽ കൂടിയാൽ 40-ഉം ഒക്കെ വയസ്സ് ജീവിച്ചിരുന്ന, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ പിൻതലമുറയാണ് ഇന്ന് ശരാശരി പ്രായം 70-ഉം 75-ഉം 80-ഉം ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇത്രയും നാള് ഇങ്ങനെ ജീവിച്ചിട്ട് ബിപിയും കൊളസ്ട്രോളും ഒക്കെ നോക്കിയിട്ട് ഇന്നുള്ളവർക്കൊക്കെ അസുഖങ്ങളാണ്, പണ്ട് ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ കാളം ഉപയോഗിച്ച് നിലം ഉഴുതാൻ തുടങ്ങിയിട്ട് പോലും 200 വർഷത്തിലധികമായിട്ടില്ല. ഇത് തെറ്റിപ്പറഞ്ഞൊന്നുമല്ല. അതായത് ഈജിപ്തിലും അല്ലെങ്കിൽ മെസോപ്പൊട്ടോമിയൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ശിലാഫലകങ്ങളിലുമൊക്കെ അവരൊക്കെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തു തുടങ്ങിയപ്പോൾ കേരളത്തിൽ ഈ പരിപാടിയൊക്കെ വരുന്നത് 200 വർഷം പോലും ആയിട്ടില്ല. പെറുക്കി തിന്ന് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ഇവിടെ ഭൂരിഭാഗം ആളുകളും. അതായത് കിട്ടുന്നത് പെറുക്കി കഴിക്കുക. എലി, പെരിച്ചാഴി ഇങ്ങനെയുള്ള സാധനങ്ങളെ പോലും ധാരാളമായിട്ട് കഴിച്ചിരുന്നു. ഇന്നത്തെ പോലെ രാവിലെ ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ് അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ല, കിട്ടുന്നത് എപ്പോഴെങ്കിലും തിന്ന് കഴിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാത്തത്ര വളരെ ദാരിദ്ര്യത്തിലും അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശവും ഒന്നും ലഭിക്കാതെയാണ് പഴയകാല കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ജീവിച്ചിരുന്നത്. കേരളത്തിൽ ഒരു നല്ല റോഡ് വരുന്നതിന് പോലും 100 വർഷത്തെ പഴക്കമൊക്കെ ഉള്ളൂ. അതിനു മുമ്പ് നാട്ടുവഴികളും അല്ലെങ്കിൽ ആളുകൾ നടന്നു പോയ വഴികളും അല്ലെങ്കിൽ പഴയകാല കഥകളിലൊക്കെ നമ്മൾ വനത്തിലൂടെ പോകുന്നു, പ്രേതത്തെ കാണുന്നു, അല്ലെങ്കിൽ കള്ളന്മാരെ ആക്രമിക്കുന്നു, ഇങ്ങനെയുള്ള കഥകളൊക്കെ കാണുന്നുണ്ട്. ആരോ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ആളുകൾക്ക് പ്രേത ഭൂത ചിന്തകളൊക്കെ വളരെ അധികം കുറഞ്ഞു. കാരണം വെളിച്ചം വന്നു രാത്രിയിൽ. പഴയകാല കേരളത്തിലൊക്കെ രാജാക്കന്മാരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കരുതുന്നത്? ഇപ്പൊ ഒരു സിനിമ പണ്ടത്തെ രാജാവിന്റെ കൊട്ടാരമൊക്കെ കാണിക്കുകയാണെങ്കിൽ എന്തെല്ലാം അലങ്കരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്വർണ്ണ സിംഹാസനം, സ്വർണ്ണ കിരീടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പ് പോലും കേരളം ഭരിച്ചിരുന്നവരുടെ കൊട്ടാരങ്ങള് ഓലപ്പുരകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു മണ്ടത്തരമായിട്ട് ആളുകൾ കരുതുകയുള്ളൂ. നിങ്ങൾ ഹിൽ പാലസിൽ പോവുക, അവിടെ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വൈദേശിക ശക്തികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രാജാക്കന്മാർക്ക് പണിത് കൊടുത്ത കൊട്ടാരങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് മനോഹരമായിട്ട് കാണുന്നുള്ളൂ. ഈ ഹിൽ പാലസിൽ തന്നെ, തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിൽ പഴയ കൊട്ടാരം ഇപ്പോഴും അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു 500 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത ഒരു ഓടിട്ട ഒരു സാധാരണ ഒരു കെട്ടിടം. അതായത് പണ്ട് അത് ഓലപ്പുരയായിരുന്നു, പിന്നെയാണ് ഓട് പാകിയത്. എന്തിന്? ഇങ്ങനെ ആദ്യം ഓട് മേഞ്ഞ ഒരു കൊട്ടാരം എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയിലുള്ളതാണ്, ഡച്ച് പാലസ്. അതായത് പോർച്ചുഗീസുകാർ പണിത് പിന്നീട് ഡച്ചുകാർ വിപുലീകരിച്ചു. അപ്പോൾ പലരും മ്യൂസിയങ്ങളിലും കൊട്ടാരത്തിലും ഒക്കെ പോയിട്ട് ഇതായിരുന്നു കൊട്ടാരം, അതായിരുന്നു, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഗാമയെ ആദ്യം അടക്കിയത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു CSI പള്ളിയിലാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ കയറി ഇറങ്ങി കണ്ടിട്ട് തിരിച്ചു പോകാതെ ഇതിന് പുറകിലുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മൾ മാറിയത് ഒരു ഒന്നൊന്നര മാറ്റമാണ് എന്ന്. അതായത് നമ്മുടെ പൂർവികരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ ഉപകരിക്കും. ഈ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഒരുപാട് പേര് ഒച്ചയെടുക്കുന്നുണ്ട്. പഴയകാല നെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ നെൽച്ചെടികൾ എന്ന് പറയുന്ന പോലെ 100 കണക്കിന് വർഷം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പണ്ടത്തെ യഥാർത്ഥ നെൽച്ചെടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ഉണ്ടോന്ന് പോലും അറിയില്ല. ഒരു വളരെ ശുഷ്കിച്ച ഒരു സാധനം, അതിൽ നിന്ന് ധാന്യമായിട്ടൊന്നും കിട്ടാനില്ല. സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിങ് പോലെയുള്ള കാര്യങ്ങളെല്ലാം പല രീതിയിലും ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പശുക്കളുടെ കാര്യം, നാടൻ പശുക്കളെ വേണമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. നാടൻ പശു ഇന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അതിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ കറന്നാൽ ഒരു 1/4 ലിറ്റർ പാല് ചിലപ്പോൾ കിട്ടിയേക്കും. അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ ജൈവ കൃഷിയിലേക്ക് പോവുകയാണെങ്കിൽ, ഈയിടെ കേട്ടതാണ് 2030 ജൈവ കൃഷിയിലേക്ക്, സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് കേരളം പോകുമെന്ന്. നന്നായിരിക്കും. കാരണം നിലവിൽ തന്നെ കേരളത്തിൽ ഒരു 30% മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ നമ്മളിങ്ങനെ ഇറക്കുന്നതാണ്. പക്ഷെ അവർ ജൈവ കൃഷിയിലേക്ക് പോയാൽ പണി പാളുമെന്നുള്ളതാണ്. ഇവിടെ പട്ടിണി കിടന്ന് നമ്മൾ ചാവേണ്ടി വരും. അവരും ഇന്ന് ജൈവ കൃഷിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ സംഭവിക്കുന്ന ഇതാണ്, പട്ടിണി മരണങ്ങൾ. കാരണം ആവശ്യമുള്ളതിന്റെ 10-1 അല്ല 100-1 പോലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല.
നമ്മൾ ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ കാര്യം പറഞ്ഞതാണ് നൈട്രജൻ വളങ്ങൾക്ക് കാരണം. അതായത് പണ്ട് ഒരു സ്ഥലത്ത് കൃഷി ചെയ്തു, വീണ്ടും കൃഷി ചെയ്തു, വീണ്ടും കൃഷി ചെയ്തു, പലതവണ കൃഷി ചെയ്യുമ്പോഴേക്കും അവിടുത്തെ നൈട്രജൻ തീർന്നു പോവുകയാണ്. പിന്നെ കൃഷി ചെയ്താൽ ഒന്നും കിട്ടില്ല, എല്ലാം ഉണങ്ങിപ്പോവും, ഒന്നും ഉണ്ടാവില്ല. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് പെറുവിലെയും ചിലിയിലെയും ഒക്കെ വലിയ പക്ഷികാഷ്ടങ്ങളുടെ കൂട്ടത്തിനൊക്കെ അന്ന് സ്വർണ്ണത്തെക്കാളും ഡിമാൻഡ് ഉണ്ടായിരുന്നത്. ഫ്രിറ്റ്സ് ഹേബർ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അമോണിയ പോലെയുള്ള കാര്യങ്ങൾ, അതായത് യുദ്ധാവശ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇങ്ങനെ നൈട്രജൻ വളങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നു. അന്ന് മുതലാണ് കൃഷിയിൽ ഒരു വിപ്ലവം വരുന്നത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യരിൽ 400 കോടി മനുഷ്യരും ജനിക്കുവാൻ കാരണം യഥാർത്ഥത്തിൽ ഈ ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം നോക്കുകയാണെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കുന്നത്. തന്നെയുമല്ല അദ്ദേഹത്തിന്റെ കുടുംബജീവിതം ഒക്കെ ഒരു വലിയ പരാജയമായിരുന്നു. പക്ഷേ ശാസ്ത്രം ഇതാണ്, ഫാക്റ്റുകൾ ഇതാണ്, ചരിത്രം എടുക്കുകയാണെങ്കിൽ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, സങ്കരയിനം വിത്തുകൾ, ബയോടെക്നോളജി, കീടനാശിനികൾ, രാസവളങ്ങൾ, ഇതൊക്കെ നമ്മളെന്തോ മോശം കാര്യമായിട്ടാണ് കരുതുന്നത്. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ ജനിച്ചത്, ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഉണ്ണുന്നത്. പഴയകാല കേരളത്തിലുള്ളവരുടെ കുറെ ഫോട്ടോ എടുത്തിട്ട് അവർക്കൊന്നും കുടവയറില്ല, അവരൊക്കെ എത്ര ആരോഗ്യമുള്ളവരായിരുന്നു. കഥ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത്? ഭൂരിഭാഗം സമയം പട്ടിണി കിടക്കുന്നവർക്ക് ഒരിക്കലും കുടവയറുണ്ടാകാൻ സാധ്യതയില്ല. വാക്സിനുകൾ വരുന്നു. പഴയ കാലത്ത് കേരളത്തിൽ ആളുകൾ കല്യാണം കഴിക്കുന്നു, ഒരാൾക്ക് കൊടുക്കാനുള്ള ആഹാരം പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകില്ല, പട്ടിണിയായിരിക്കും. എങ്കിലും 8ഉം 10ഉം കുട്ടികൾ ഉണ്ടാവും. ഇവരുള്ള ഒരു പകുതി പേരും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും അല്ലെങ്കിൽ അപ്പനമ്മമാരോടൊക്കെ ചോദിക്കുക, പണ്ട് എങ്ങനെയായിരുന്നു കാര്യം. എന്തിന് ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 40 വർഷം മുമ്പ് കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകളും പറമ്പുകളിലും ഒക്കെ പോയിട്ടാണ് കാര്യം സാധിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? 70കളിലും 80കളിലും ഒക്കെ ഗൾഫ് കാലഘട്ടം വരുന്നു, അതിനെ തുടർന്നുള്ള മാറ്റങ്ങൾ, അതൊക്കെ നമ്മൾ പലതും പറഞ്ഞതാണ്, അത് സ്കിപ്പ് ചെയ്ത് പോകാം. എന്തിന്? ബഷീറിന്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ആ ഒരു നോവൽ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ അതായത് സമ്പന്നരായിട്ടുള്ളവർ പോലും, അതായത് രാത്രി ആയി കഴിഞ്ഞാൽ പലരും വെളിക്കിറങ്ങുകയാണ്. അതായത് അന്നൊക്കെ രാത്രിയാണ് ഈ കാര്യത്തിന് പുറത്തു പോവുക. കാരണം പകലാണെങ്കിൽ പലരും കാണുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും രാത്രി ആകുമ്പോഴേക്കും പുറത്തിറങ്ങും. അപ്പോൾ ഒരുപാട് കാടിനകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം രാത്രിയാണ്, വെളിച്ചമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമൊക്കെ കയറി കടിക്കും. അതുകൊണ്ട് പൊതുവഴിയിലായിരിക്കും പൊതുവെ, അതായത് പൊതുവായിട്ടുള്ള വഴികൾ, തെളിഞ്ഞു കിടക്കുന്ന കാടില്ലാത്ത സ്ഥലങ്ങളിൽ തന്നെയാണ് ആളുകളെല്ലാം വെളിക്കിരുന്നിരുന്നത്. അതായത് നാറിയിട്ട് നടക്കാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലഘട്ടം. അതായത് പണ്ട് വളരെ പോപ്പുലേഷൻ കുറവാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം അതിലും വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ആദ്യമൊക്കെ വീടിന് പുറത്തായിരുന്നു ടോയ്ലറ്റ് പണിതുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീടിനകത്ത് തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ റൂമുകളൊക്കെ പണിയുക. ഇതൊക്കെ ഒരു പഴയ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള സമയമുണ്ടായിരുന്നു. പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇന്ന് നമ്മൾ തെറ്റായിട്ട് ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും കാലത്തിനനുസരിച്ച് മാറും. ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മതവിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ, ഇതൊക്കെ കാലം അനുസരിച്ച് മാറും. പലരും പറയുന്നുണ്ട് ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കും, എത്രയോ വർഷങ്ങളായി. കഥ എന്താണെന്ന് കാത്തിരുന്ന് കാണുക. അന്ന് ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞതും കൂടി ഞാൻ ഓർക്കുന്നു എന്ന് നിങ്ങൾ അന്ന് ഓർക്കട്ടെ. ചിലർ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലൊരു വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കുടിൽ, ഒരു പറമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരും ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ആ നാടിൻ്റെ നന്മകൾ എന്ത് നല്ല, അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ചൊരു ചായക്കട കാണുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഇരിക്കാൻ പറ്റിയെങ്കിൽ ഇതെന്തൊരു കാലമാണ്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കുടിൽ കാണുമ്പോൾ അവിടെ കയറി താമസിക്കണമെന്ന് തോന്നുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചെറ്റപ്പുരയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു വീടിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കില്ല. ചരിത്രബോധമില്ലാത്ത, പഴയ കാലത്തുള്ളവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാത്ത, കാലം മാറിയതറിയാത്ത ഒരു ജനത. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ഓരോ 10ഉം 20ഉം വർഷം കൂടുമ്പോൾ ഓരോ ബില്യൺ വെച്ച് 100 കോടി വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത് 800 കോടിയായി. ജനസംഖ്യ വളരെ അധികമായിട്ട് കൂടി. ഇന്ന് പല ചികിത്സകളും ബിസിനസ് മാത്രമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ ഇവിടെ എല്ലാവർക്കും വേണമെങ്കിൽ ചികിത്സ ലഭിക്കും, നല്ല ചികിത്സകൾ ലഭിക്കും. മോഡേൺ മെഡിസിൻ കാശുണ്ടാക്കാനായിട്ട് മോശമായിട്ട് ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മോഡേൺ മെഡിസിന്റെ പ്രശ്നമല്ല, അത് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രശ്നമാണ്. പക്ഷെ അത് കരുതിയിട്ട് ഈ മോഡേൺ മെഡിസിൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ചിലരിപ്പോഴും ആയുർവേദത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശരിയായ ആയുർവേദവും മോഡേൺ മെഡിസിനും തമ്മിൽ എന്താണ് വ്യത്യാസം? ആയുർവേദത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു അസുഖമുണ്ട്, ഒരു ചക്ക എടുത്ത് തരികയാണ്, ഇത് മുഴുവൻ തിന്നുക, പ്രശ്നം മാറും. എന്നാൽ മോഡേൺ മെഡിസിനിൽ എന്താണ് ചെയ്യുന്നത്? ഈ ചക്കയിലെ ഏത് കണ്ടന്റാണ് നിങ്ങളുടെ അസുഖം മാറ്റുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം ഒരു ഗുളികയായിട്ട് തരും. സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ടാബ്ലറ്റുകൾ മാത്രമൊക്കെ കഴിച്ചുകൊണ്ട്. എന്തിന്? ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒന്ന് അശാസ്ത്രീയമാണെന്ന്, അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പല വികസിത രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണത്. എത്ര പേർക്ക് അറിയാം ഇത്? എന്നാൽ ഇവിടെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രികൾ വരെയുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം. MS സ്വാമിനാഥൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന,
അല്ലെങ്കിൽ നമ്മുടെ മലയാളി തന്നെയായ കുര്യൻ, അദ്ദേഹം ഗുജറാത്തിലൊക്കെ പോയിട്ട് അമുലിൻ്റെയൊക്കെ കാര്യങ്ങൾ, പാൽ വിപ്ലവം, അതായത് ഒന്നുമില്ലാതിരുന്ന ഒരു നാട്ടിൽ പട്ടിണി കിടന്നിരുന്ന ഒരു നാട്, ഇന്ത്യ തന്നെ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പട്ടിണി കിടന്ന ആളുകൾ മരിച്ചിരുന്ന ഒരു രാജ്യത്ത് പിന്നീട് ഈ സങ്കരയിനം വിത്തുകളും കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ MS സ്വാമിനാഥനെ പോലെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് അമേരിക്കൻ മാവ് കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്ന ഒരു ജനതയുള്ള കേരളത്തിലെ പോലും സാഹചര്യത്തിൽ പിന്നീട് സാധനങ്ങൾ നമ്മൾ വിദേശത്തേക്ക്, ധാന്യങ്ങളൊക്കെ ഇന്ന് കൂടുതലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വയം പര്യാപ്തത നേടി ആഫ്രിക്കയേക്കാൾ ദരിദ്രമായി പട്ടിണി കടന്ന് തമ്മിൽ തല്ലി മരിക്കും, ഇന്ത്യ തകർന്നു പോകുമെന്നാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ പലരും വിലയിരുത്തിയത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെ ഒരു കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഉജ്ജ്വല സംഭവം തന്നെയാണ്. ചൈനയുടെ അതിനേക്കാളും വലുതാണ്, അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ചൈന ഇന്ന് അമേരിക്കയെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെ കിടന്ന ഒരു രാജ്യമാണത് 40 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഓർക്കണം. ചൈന മാറിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് കേൾക്കാനും അല്ലെങ്കിൽ വിശ്വസിക്കാനും ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പലരും പറയുമ്പോൾ അതെല്ലാം അതേപടി വിഴുങ്ങാതെ, ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പോയി പഠിച്ചു നോക്കുക, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ ജനസംഖ്യ കൂടിയത് എപ്പോൾ മുതലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം വന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? പരിശോധിച്ച് നോക്കുക കേരളത്തിന്റെ പണ്ടത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആദ്യത്തെ ഓടുമേഞ്ഞ കേരളത്തിന്റെ കൊട്ടാരം ഏതാണ്? യൂറോപ്യൻ ശക്തികൾ ആദ്യം കേരളത്തിൽ പണിതു കൊടുത്ത കൊട്ടാരം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതൊക്കെ നോക്കുക. വല്ലാത്തൊരു മാറ്റമാണ് കേരളം മാറിയത് എന്നുള്ളതാണ്. ഒന്നുമില്ലാതിരുന്ന, പെറുക്കി തിന്ന് ജീവിച്ചിരുന്ന ഒരു ജനത, കുറെ സവർണ മേലാളന്മാർ മാത്രം ഭൂരിഭാഗം പാവങ്ങളെയും ഇട്ട് അടിച്ചമർത്തിയിരുന്ന ഒരു നാട്, അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കാലത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാതെ, അതായത് ഒരു പരിധി വരെ നമ്മുടെ മീഡിയയുടെ പ്രശ്നമാണ്. ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് 1,00,000 പേരിൽ ഒരാളൊരു മോശം കാര്യം ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. എന്നിട്ട് നമ്മൾ ഈ സമൂഹം മുഴുവൻ മോശമാണെന്ന് കരുതുകയാണ്. അല്ല, ഈ ലോകത്ത് 99% നന്മയാണ്, നീതിയാണ് നടക്കുന്നത്. 1% മാത്രമാണ് അങ്ങനെ അല്ലാത്തത്. പക്ഷെ നമ്മൾ അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. മീഡിയ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മാധ്യമ സാക്ഷരത. അക്ഷരങ്ങൾക്കിടയിലൂടെ വായിക്കണം, അല്ലെങ്കിൽ വിശാലമായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. പഴയ കാലത്തിന്റെ കുറ്റങ്ങളും പഴയ കാലത്തിന്റെ നന്മകളും ഒക്കെ പറഞ്ഞു തരാൻ ആളുണ്ടാകും എല്ലാ കാലത്തും. പക്ഷെ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന കാലം എത്ര ബെറ്റർ ആണ് എന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആൾ വളരെ കുറവാണ്. അത് സ്വയം മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഒരു സൗഭാഗ്യം എന്ത്, നമ്മുടെ ഭാഗ്യം എന്ത്, ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ ഭാഗ്യം, അതൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നത് വളരെ ആനന്ദകരമായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.